എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് 8th ക്ലാസ്സിലെ ഹിന്ദി NCERT വസന്ത് എന്ന പുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററാണ് ലാഖ് കി ചൂടിയ. ഇത് എഴുതിയിരിക്കുന്നത് കാംതാനാഥ് എന്ന റൈറ്ററാണ്. ഇതിൽ പറയുന്നത് ലേഖകൻ്റെ തന്നെ ഒരു അനുഭവ കഥയാണ്. ചെറുപ്പത്തിൽ ലേഖകൻ അവരുടെ അമ്മാമ്മൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അതൊരു ഗ്രാമമായിരുന്നു, ഒരു വില്ലേജായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഒരു ബദ്ലു എന്ന ഒരാളുണ്ട്. ബദ്ലു എന്നൊരു ക്യാരക്ടറാണ് ഇതിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ വളകൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് പോയി കുറേ സമയം ചിലവഴിക്കുമായിരുന്നു. അങ്ങനെ ഒരു ഓർമ്മയാണ്, അതിനാണ് ഇവിടെ പാഠമാക്കിയിട്ട് എഴുതി തന്നിരിക്കുന്നത്. അപ്പം ലാഖ് കി ചൂടിയ എന്താണെന്ന് നോക്കാം. ലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷം എന്നുള്ളൊരു അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഒരു റെഡ് കളറിൻ്റെ ഒരു സാധനം, ഒരു ഗ്ലോസി ആയിട്ടുള്ള പറഞ്ഞാൽ കുറച്ച് തിളങ്ങുന്ന സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം, അത് മരത്തിൽ നിന്നൊക്കെയാണ് കിട്ടണത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വാക്സ് ഇല്ലേ, മെഴുക്, അതുപോലെ ഉണ്ടാവും ഏകദേശം. അതിനെ മെൽറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതിനെ ചൂടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതിനെ വേണ്ട ഷേപ്പിലൊക്കെ ആക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിനെ ചൂടാക്കി അതിനെ മെൽറ്റ് ചെയ്തിട്ട് അതിനെ വളയുടെ ഷേപ്പിലൊക്കെ ആക്കിയെടുക്കും. ആ സൈസും ഷേപ്പും ഒക്കെ ആക്കിയെടുക്കും. അതാണ് അങ്ങനെ ഒരു സാധനമാണ് ലാഖ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് കുറേ കാലങ്ങൾക്ക് മുമ്പ് ഈ ലാഖ് കൊണ്ട് കൈ കൊണ്ട് ഇരുന്നിട്ട് ഇങ്ങനെ വീടുകളിൽ ഇരുന്നിട്ട് വള ഉണ്ടാക്കുമായിരുന്നു. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഇനി നോക്കാം. സാരെ ഗാവ് മേ ബദ്ലു മുझे സബ്സെ അച്ഛാ ആദ്മി ലഗ്താ താ. സാരെ ഗാവ് മേ, മുഴുവൻ വില്ലേജിലും വെച്ചിട്ട് ബദ്ലു എന്നാണ് അങ്ങേരുടെ പേര്, ഈ വളകൾ ഉണ്ടാക്കുന്ന ആളുടെ. അതാണ് മെയിൻ ക്യാരക്ടർ ഇതിൽ. അപ്പോൾ എനിക്ക് ബദ്ലു ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ക്യോങ്കി വഹ മുझे സുന്ദർ സുന്ദർ ലാഖ് കി ഗോലിയാ ബനാക്കർ ദേത്താ താ. എന്തുകൊണ്ടാണ്? വഹ മുझे, അദ്ദേഹം എനിക്ക് സുന്ദർ ഭയങ്കര മനോഹരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള ലാഖിൻ്റെ ഗോലിയ ഉണ്ടാക്കി തരുമായിരുന്നു. അപ്പോൾ ഈ ലാഖ് കൊണ്ട് ഗോലിയ, അതിന് എന്ത് ഷേപ്പ് വേണോ ആക്കാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ഗോലിയ എന്ന് പറഞ്ഞാൽ ഈ ഗോട്ടി എന്നൊക്കെ പറയില്ലേ, റൗണ്ട് ഷേപ്പിൽ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇങ്ങനെ. അപ്പോൾ അത് ചെറിയ കുട്ടികളാവുന്ന സമയത്ത് അവർക്ക് കളിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കില്ല അങ്ങനെ. അപ്പോൾ അത് റെഡ് കളറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കളിക്കാമല്ലോ അതുകൊണ്ട്. അപ്പോൾ അങ്ങനത്തുള്ള ചെറിയ ചെറിയ ഗോലികൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു ലാഖ് കൊണ്ട്. मुझे अपना मामा के गांव जाने का सबसे बड़ा चाव यही था कि जब मैं वहाँ से लौटता था तो मेरे पास ढेर सारी गोलियाँ होती. അപ്പോൾ सबसे बड़ा चाव यही था, മുझे अपने मामा के गांव जाने का, എനിക്ക് എൻ്റെ അമ്മാമ്മൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള, അമ്മാമ്മൻ്റെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് പോകാനുള്ള സബ്സെ ബഡാ ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്രഹം, ചാഹത്ത് എന്ന് പറയാം. ആഗ്രഹം ഇതായിരുന്നു. എന്തായിരുന്നു? ജബ് മേ വഹാ സെ ലോട്ട്താ താ, അവിടുന്ന് ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് മേരെ പാസ് ഡേർ സാരി ഗോലിയാ ഹോത്തി, എൻ്റെ അടുത്ത് കുറേ ഗോലിയ, ഉരുണ്ട സാധനങ്ങൾ. ഡേർ സാരി എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ കേട്ടോ. ഡേർ സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കൂടുതൽ ആ ഉരുളകൾ എൻ്റെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു. രംഗ് ബിരംഗി ഗോലിയാൻ ജോ കിസി ഭി ബച്ചേക്ക മൻമോഹലേ. മൻമോഹന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിനെ മോഹിപ്പിക്കുന്ന, മനസ്സിലെ ഇഷ്ടം തോന്നിപ്പിക്കുന്ന. അപ്പോൾ രംഗ് ബിരംഗി കളർഫുൾ ആയിട്ടുള്ള അങ്ങനത്തെ ആ ഉരുളകൾ, ഗോലിയ, ജോ കിസി ബി ബച്ചേക്ക, ഏത് കുട്ടിയാണെന്നുണ്ടെങ്കിലും ആ കുട്ടിയുടെ മനസ്സിനെ മോഹിപ്പിക്കുമായിരുന്നു. वैसे तो मेरे मामा के गांव का होने के कारण मुझे बदलू को बदलू मामा कहना चाहिए था. എന്താ പറയണത്? എൻ്റെ അമ്മാമ്മൻ്റെ ഗ്രാമത്തിലെ ആളായതുകൊണ്ട് എനിക്ക് ബദലു മാമ എന്ന് പറയണമായിരുന്നു. പരന്തു മേ ഉസെ ബദലു മാമ ന കഹക്കർ, എന്നാൽ ഞാൻ അദ്ദേഹത്തിന് ബദലു മാമ എന്നല്ല പറഞ്ഞിരുന്നത്, ബദലു കാക്ക കഹാ കർത്താ താ. ബദലു കാക്ക എന്നാണ് വിളിച്ചിരുന്നത്. മാമ എന്നുള്ളത് മാമ തന്നെയാണ്. കാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെറിയച്ഛൻ എന്നൊക്കെ പറയില്ലേ, അതിന് കാക്ക എന്ന് പറയും. ജാസാക്കി ഗാവ് കെ സഭി ബച്ചെ ഉസെ കഹാ കർത്തേ തേ, എങ്ങനെയാണോ ഗ്രാമത്തിലുള്ള മറ്റുള്ള കുട്ടികൾ അദ്ദേഹത്തിനെ വിളിച്ചിരുന്നത് അതുപോലെ ബദലു കാക്ക എന്ന് ഞാനും വിളിക്കാൻ തുടങ്ങി. ബദലു കാ മക്കാൻ കുച്ച് ഊഞ്ചെ പർ ബനാ താ. ബദലുവിൻ്റെ കെട്ടിടം, വീട് കുറച്ച് ഉയർന്നൊരു സ്ഥാനത്തായിരുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത് ഉള്ളത്. മക്കാൻ കെ സാമനെ ബഡാസ സെഹൻ താ. അപ്പോൾ വീട്ടിൻ്റെ മുന്നിൽ വലിയൊരു സെഹൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആങ്കൻ എന്ന് പറയാം, മുറ്റം. ഹിന്ദിയിൽ ആങ്കൻ എന്ന് പറയാം അതിന്. മുറ്റമുണ്ടായിരുന്നു. ജിസ്മേ എക് പുരാന നീം കാ വൃക്ഷ ലഗാ താ. ആ മുറ്റത്ത് ഒരു വലിയതല്ല, പഴയ നീമിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. നീമിൻ്റെ വൃക്ഷം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ മുറ്റം ഉണ്ടായിരുന്നു. ആ മുറ്റത്തിലൊരു വലിയ നീമിൻ്റെ വൃക്ഷം ഉണ്ടായിരുന്നു. ഉസിക്ക്
നീച്ചെ ബാഠ്കർ ബദലു അപ്ന കാം കിയാ കർത്താ താ. അതിൻ്റെ താഴെയാണ് ബദലു ഇരുന്ന് അവരുടെ പണി ചെയ്യുമായിരുന്നത്. बगल में बट्टी दहकती रहती जिसमें वह लाख पिघलाया करता था. ബഗൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് കേട്ടോ. ബട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കീട്ടി എന്നും പറയും അതിന് ഹിന്ദിയിൽ. പറഞ്ഞാൽ നമ്മൾ ചൂള എന്ന് പറയും മലയാളത്തിൽ. അതാണ് ഈ ചെങ്കല്ലില്ലേ കെട്ടിടങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ചെങ്കൽ ബ്രിക്സ് അതിൻ്റെയൊക്കെ ചൂള പറയില്ലേ, വലിയ പിന്നെ ചൂടായിട്ടുണ്ടാവും അതുണ്ടാക്കുന്ന സ്ഥലം. അതുപോലെ തന്നെയാണ്, പക്ഷെ അത്ര വലുതല്ല. അതിൻ്റെ അർത്ഥം ഒരു ചെറിയ കുറച്ചുകൂടി ചെറിയ സൈസിൽ. പിന്നെ ഇതെല്ലാം മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലാക്കില്ലേ ഇതൊക്കെ മെൽറ്റ് ചെയ്തിട്ടല്ലേ വളകൾ ഉണ്ടാക്കുക, അതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ് ആ ബട്ടി. അത് ദഹക്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൽന, കത്തുക, ടു ബേൺ. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബഗൽ പറഞ്ഞാൽ അടുത്ത്. അപ്പോൾ അടുത്ത് എന്താണ് ആ ചൂള കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ജിസ്മേ വഹ ലാക്ക് പിഘലായ കത്താത്ത. അതിൽ അദ്ദേഹം എന്താ ചെയ്യുക, ഈ ലാക്കിനെ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിഘലാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സാമനെ ഏക്ക് ലക്കടി की चौखट पड़ी रहती जिस पर लाख के मुलायम होने पर वह उसे सलाख के समान पतला करके चूड़ी का आकार देता. ഇതിൻ്റെ വേർഡ്സിൻ്റെ മീനിങ് കേട്ടോ. ചൗക്കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലക്കടിക്ക് ചോക്കട്ട് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വുഡിൻ്റെ ഒരു ഫ്രെയിം, ഒരു റെക്റ്റാങ്കിളോ അല്ലെങ്കിൽ സ്ക്വയറോ ഷേപ്പുള്ള ഒരു ഫ്രെയിം കേട്ടോ, അത്രേ ഉള്ളൂ. പിന്നെ മുലായം എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള. പിന്നെ സലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ മെറ്റൽ റോഡ്. അപ്പം നമ്മൾ ഈ ഗ്രിൽസൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനെ ഉരുണ്ട റോഡ് കേട്ടോ. അപ്പോൾ സ്ക്വയർ ഷേപ്പ് ഒന്നും ഉള്ളതല്ല, നല്ല റൗണ്ട് ആയിട്ടുള്ള റോഡുകളില്ലേ അതിനെയാണ് പറയുക. ധാതു കി ചെട് എന്ന് പറയും. ധാതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റലിൻ്റെ റോഡ്സ്. പിന്നെ പത്തല തിന്ന്, ചൂടിക ആക്കാർ പറഞ്ഞ ഷേപ്പ്. അപ്പോൾ എന്താ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഈ വുഡിൻ്റെ ഈ 4 വശമുള്ള ഫ്രെയിമില്ലേ ആ ഫ്രെയിമിൽ ചോക്കട്ട് പടിയിലെത്തി ആ ഫ്രെയിം അവിടെ ഉണ്ടാവും. അതിൽ ലാക്കിനെ വെച്ചിട്ടുണ്ടാവും. അത് മുലായമായിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നല്ലോണം ചൂടാക്കി അത് സോഫ്റ്റ് ആവും. അതിനെ പിന്നെ എന്ത് ചെയ്യും, സലാഖെ സമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് പോലെ ഇങ്ങനെ പിന്നെന്താണ് അതിനെ പത്തലയാക്കും, അതിനെ തിന്നാക്കും, അതിനെ നൈസാക്കിയിട്ട് എന്ത് ചെയ്യും, പിന്നെ കറക്കെ ചൂടിക്ക ആക്കാർ ദേത്ത. അതിനെ അങ്ങനെ ചെയ്തിട്ട് ബാങ്കിളിൻ്റെ വളയുടെ ഷേപ്പിൽ ആക്കും അതിനെ. അപ്പോൾ മൊത്തത്തിൽ എന്താ, ഈ ലാക്ക് എന്ന് പറഞ്ഞ സാധനത്തിനെ വുഡൻ ഫ്രെയിമുള്ള ഒന്നിൽ വെച്ചിട്ട് അത് സോഫ്റ്റ് ആയതിനു ശേഷം അതിനെ റോഡ്സ് പോലെ ആക്കി കുറേ കൂടി തിന്നാക്കി ബാങ്കിളിൻ്റെ ഷേപ്പിൽ വളയുടെ ഷേപ്പിലാക്കിയെടുക്കും എന്നാണ് ഇതിൻ്റെ അർത്ഥം. പാസ് മേ ചാർച്ചെ വിപിൻ ആകാർ की बेलनुमा मुंगेरियाँ रखती रहती जो आगे से कुछ पतली और पीछे से मोटी होती. അടുത്ത് എന്ത് ചെയ്യും, ഒരു 3, 4, 6 എന്നതിൽ എഴുതിയിരിക്കുന്നത്. ചാർച്ചെ പറഞ്ഞാൽ നമ്മൾ 3, 4, 5, 5, 6 എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു ലാംഗ്വേജാണ്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ബേലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന സാധനമില്ലേ റൗണ്ടിൽ, അതിനെയാണ് ബേലൻ എന്ന് പറയുക കേട്ടോ. അപ്പോൾ ഈ ബേലൻ നുമ എന്ന് ഉദ്ദേശിക്കുന്ന അതുപോലെ ഉള്ള വുഡിൻ്റെ ഷേപ്പിലുള്ള കഷ്ണങ്ങൾ, അതുപോലുള്ള സാധനങ്ങളെയാണ് ബേലൻ നുമ എന്ന് ഉദ്ദേശിക്കുന്നത്. അത് പിന്നെ അടുത്ത് വെച്ചിട്ട് ഉണ്ടാവും. അതെങ്ങനത്തെ കുറേ ഷേപ്പിൽ കുറേ സൈസിലുള്ളതുണ്ടാവും, വേറെ ഷേപ്പിൽ ഉള്ള ഇതുണ്ടാവും. മുംഗേരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിൽ മീനിങ് കൊടുത്തിട്ടുണ്ട്. ഗോൽ മുഠിയാദാർ ലക്കടി ജോ ടോക്കനെ പീട്ടനെ കാമാത്തി ഹെ. ഗോൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള മുഠിയാദാർ ടോക്കനെ പീട്ടനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇടിക്കാനൊക്കെ ഉള്ള ബലമുള്ള അങ്ങനത്തെ ഉള്ള വുഡൻ തുണ്ടുകൾ, മരത്തിൻ്റെ തുണ്ടുകളെയാണ് പറയുന്നത്. ആ ഷേപ്പിലുള്ള ഗോൽ ഷേപ്പിലുള്ള പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള. അപ്പോൾ അതുപോലെ ഉണ്ടാവും, അതും അവിടെ അടുത്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എന്താ ചെയ്യുക, അതിൽ കുച്ച് പത്ലി പറഞ്ഞാൽ ചിലത് കുറച്ച് തിന്നായിരിക്കും, കുറച്ച് മെലിഞ്ഞതായിരിക്കും. പീച്ചേസെ മോട്ടി ഹോത്തി, ബാക്കിൽ നിന്നാണ് കുറച്ച് പിന്നെ തടിച്ചതായിരിക്കും. മുമ്പിൽ നിന്ന് കുറച്ച് കൂടിയിട്ട് തടി കുറവായിരിക്കും. അങ്ങനെ പറഞ്ഞാൽ ബാക്കിൽ കുറച്ച് തടിച്ചതും മുമ്പോട്ട് വരുന്തോറും കുറച്ച് കുറഞ്ഞിട്ടും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ സൈസ് അതിനനുസരിച്ചിട്ട് പിന്നെ വളയുടെ സൈസ് ചെറുതും വലുതും ഉണ്ടാവില്ലേ, ബാക്കിലുള്ളത് വലിയ സൈസായിരിക്കും, മുന്നിലുള്ളത് ചെറിയ സൈസായിരിക്കും. അങ്ങനെ लाख की चूड़ी का आकार देकर वह उन्हें मुंगेरियों पर चढ़ाकर गोल और चिकना बनाता
और तब एक एक कर पूरे हाथ की चूड़ियाँ बना चुकने के पश्चात वह उन पर रंग करता. പിന്നെ എന്നിട്ട് എന്താ ചെയ്യുക, ഈ ലാക്കിക്ക് ചൂടിക്ക് ആകാർ ദേക്കർ, ഈ ലാക്കിനെ പിന്നെ ചൂടിയുടെ ബാങ്കിളിൻ്റെ പിന്നെ ഷേപ്പ് കൊടുത്തതിന് ശേഷം അതിനെ ഈ മുങ്കേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി വുഡൻ പിന്നെ ഗോലായിട്ടുള്ള റൗണ്ടായിട്ടുള്ള പീസുകൾ അതിനെ ചടാക്കർ അതിനെ കയറ്റും, അതിലിടും അതിനെ. പിന്നെന്താ ചെയ്യുക, और चिकना बनाता, പിന്നെ അതിനെ കുറേ കൂടി സോഫ്റ്റ് ആക്കും. പിന്നെ എന്നിട്ട് തബ് ഏക് ഏക് करके पूरे हाथ की चूड़ियाँ बना चुकने के पश्चात അങ്ങനെ അതിൽ ഓരോന്നായിട്ട് അതിൽ കയറ്റും. വഹ ഉൻ पर रंग करता, പിന്നെ എന്താ ചെയ്യുക, ആ വളകൾക്ക് കളർ കൊടുക്കും. बदलू यह कार्य सदा ही एक मचिए पर बैठकर किया करता था जो बहुत ही पुरानी थी. മച്ചിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കാനുള്ളൊരു സാധനം കേട്ടോ. പറഞ്ഞാൽ പലക എന്ന് പറയാൻ പറ്റില്ല, കുറച്ചും കൂടി ഹൈറ്റിൽ, എന്നാൽ ഒരുപാട് സ്റ്റൂൾ പോലൊന്നും ഹൈറ്റ് ഇല്ലാണ്ട് 4 കാലൊക്കെ ഉള്ള, പിന്നെ ഇങ്ങനെ ചൂടി കൊണ്ടൊക്കെ മെനിഞ്ഞുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ എപ്പോഴും അതിലിരുന്നിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യുക. അത് വളരെ പഴയതായിരുന്നു എന്ന്. ബഗൽ മേ ഹി ഉസ്കാ ഹുക്ക രഖാ രഹത്താ ജിസെ വഹ ബീച്ച് ബീച്ച് മേ പീത്താ രഹത്താ. ഹുക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിഗരറ്റ് വലിക്കണ പോലെ വലിക്കണ ഒരു സാധനമാണ് ഹുക്ക കേട്ടോ. അപ്പോൾ ഈ സിഗരറ്റ് വലിക്കണതും നമ്മൾ മലയാളത്തിൽ വലിക്കുക എന്ന് പറയും, പക്ഷേ ഹിന്ദിയിൽ പറയുമ്പോൾ സിഗരറ്റ് പീന എന്ന് പറയും. അതുപോലെ തന്നെ ഈ സാധനത്തിനെയും ഹുക്ക പീന എന്ന് പറയും. അപ്പോൾ ഇടയിൽ ഈ ഹുക്കയും കുടിച്ചുകൊണ്ടിരിക്കും. गाँव में मेरा दोपहर का समय अधिकतर बदलू के पास बीतता. അപ്പോൾ ഗ്രാമത്തിൽ ദുപ്പഹർ സമയം, ഉച്ച സമയം എൻ്റെ കൂടുതലും ഈ ബദലുവിൻ്റെ അടുത്ത് തന്നെയാണ് ചിലവഴിക്കാറുള്ളത്. वह मुझे लल्ला कहा करता और मेरे पहुँचते ही मेरे लिए तुरंत एक मच्छिया मंगा देता. അദ്ദേഹം എന്നെ എന്താ വിളിക്കുക, ലല്ല എന്ന് വിളിക്കും. ഭയങ്കര സ്നേഹത്തോടു കൂടി വിളിക്കുന്ന വാക്കുകളാണ് കേട്ടോ ലല്ല എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ മേരി പഹുസ്തെ ഹി, ഞാൻ അവിടെ എത്തിയതും എന്താണ്, മേരെ ലിയെ എനിക്ക് വേണ്ടിയിട്ട് തുരന്ത് ഉടനെ തന്നെ ഒരു മച്ചിയ പിന്നെ കൊണ്ടുവരും എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. मैं घंटों बैठे बैठे उसे इस प्रकार चूड़ियाँ बनाते देखता रहता. ഞാൻ മണിക്കൂറുകളോളം അവിടെ ഇരുന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനെ വളകൾ ഉണ്ടാക്കണത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ലഗ്ഭഗ് റോജ് ഹി വഹ് 4-6 ജോഡി ചൂടിയാ ബനാത്ത. അപ്പോൾ ലഗ്ഭഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ദിവസവും അദ്ദേഹം എന്താണ് 4-6 ജോഡി ചൂടിയ ബാംഗിൾസ് ഉണ്ടാക്കുമായിരുന്നു. पूरा जोड़ा बना लेने पर वह उसे बेलन पर चढ़ाकर कुछ क्षण चुपचाप देखता रहता. പൂരാ ജോഡ ബനാ ലേനെ പർ, മുഴുവനും ജോഡികൾ ഉണ്ടാക്കിയതിന് ശേഷം അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നു, ഉസെ ബേലൻ പർ ചടാക്കർ, അതിനെ ആ ബേലൻ എന്ന് പറഞ്ഞില്ലേ റൗണ്ട് ഷേപ്പിലുള്ള പിന്നെ ചപ്പാത്തി പരത്തണ പോലത്തുള്ള സാധനം, അതിനെ ചടാക്കർ, അതിനെ കയറ്റിയിട്ട് കുച്ച് ക്ഷൺ കുറച്ച് നേരം ചുപ്ചാപ്പ് ദേഖ്താ രഹത്ത, അങ്ങനെ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. മാനോ വഹ ബേലൻ ന ഹോക്കർ കിസി നവവധു കി കലായി ഹോ. അത് ബേലനല്ല, ഏതെങ്കിലും പുതിയ വധുവിൻ്റെ കലായി എന്ന് പറഞ്ഞാൽ റിസ്റ്റ് കൈയാണോ എന്ന് തോന്നിപ്പോകും നമുക്ക് അദ്ദേഹം നോക്കണത് കണ്ടാൽ എന്നാണ് പറയണത്. അദ്ദേഹം ഉണ്ടാക്കിയ വളകൾ ഒരു നവവധുവിൻ്റെ കയ്യിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഇമാജിൻ ചെയ്യാണ്. ബദലു മനിഹാർ മനിഹാർ എന്ന് പറഞ്ഞാൽ ചൂടി ബനാനെ വാല, വളകൾ ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ ബദലു ഒരു വളകൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. चूड़ियाँ बनाना उसका पैतृक पेशा था और वास्तव में वह बहुत ही सुंदर चूड़ियाँ बनाता था. പൈതൃക പേശ എന്ന് പറഞ്ഞാൽ തൊഴിൽ കേട്ടോ. ഹിന്ദിയിലാണെങ്കിൽ കാരോബാർ എന്ന് പറയാം, ദന്ത എന്ന് പറയാം, വ്യാപാർ എന്ന് പറയാം, ഒക്കെ പറയാം. പൈതൃക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂർവജോൻസെ മിലാവുക അല്ലെങ്കിൽ പൂർവജോൻസെ പ്രാപ്ത് ഹുവ എന്ന് പറയാം. പറഞ്ഞാൽ പൂർവജല് നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മുടെ മുമ്പിലുള്ള ജനറേഷനിൽ നിന്ന് കിട്ടിയത്, പൈതൃകമായിട്ട് കിട്ടിയ തൊഴിലാണ്. മാത്രവുമല്ല വാസ്തവത്തിൽ ബദലു വളരെ മനോഹരമായിട്ടുള്ള വളകൾ ഉണ്ടാക്കുമായിരുന്നു. ഉസ്കി ബനായി ഹുയി ചൂടിയും കി ഖപ്പത്ത് ബി ബഹോത് ഥി. ഖപ്പത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിൽ, അതിൻ്റെ വിൽപ്പന കേട്ടോ. ഹിന്ദിയിൽ ബിക്രി എന്നും പറയാം. അതുമാത്രമല്ല എന്താണ്, അദ്ദേഹം ഉണ്ടാക്കിയ വളകൾക്ക് വിൽപ്പനയും നന്നായിട്ട് നടക്കുമായിരുന്നു. പറഞ്ഞാൽ ആവശ്യക്കാരും കൂടുതലുണ്ടായിരുന്നു. उस गाँव में तो सभी स्त्रियाँ उसकी बनाई हुई चूड़ियाँ पहनती ही थी. ആ ഗ്രാമത്തിലെ സഭി സ്ത്രീയ, എല്ലാ സ്ത്രീകളും അദ്ദേഹം ഉണ്ടാക്കിയ വളകൾ ഇടുമായിരുന്നു എന്ന് മാത്രമല്ല, ആസ്പാസ് കെ ഗാവോं के लोग भी ഉസ്സെ ചൂടിയാ ലേ ജാത്തേ തേ. അപ്പുറം ഇപ്പുറമൊക്കെയുള്ള ഗ്രാമങ്ങളിലുള്ള ആൾക്കാരും ബദലുവിൻ്റെ കയ്യിൽ നിന്ന് വളകൾ മേടിച്ചു പോകുമായിരുന്നു.
परंतु वह कभी भी चूड़ियों को पैसों से बेचता न था. എന്നാൽ എന്താണ്, ഒരിക്കലും ബദ്ലു വളകൾ പൈസയ്ക്ക് കൊടുക്കില്ലായിരുന്നു. പൈസോസെ ബേച്ച്താനാത്ത, പൈസയ്ക്ക് വിൽക്കില്ലായിരുന്നു. പിന്നെ എന്താ ചെയ്യുക, ഉസ്ക അഭി തക് വസ്തു വിനിമയ കാ തരീഖ താ. വസ്തു വിനിമയ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ബാർട്ടർ സിസ്റ്റം എന്നൊക്കെ പറയും, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് അല്ലേ. അപ്പോൾ വസ്തുക്കൾ കൊടുത്തു വസ്തുക്കൾ വാങ്ങിക്കുക, അങ്ങനെയുള്ളത്. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് തിരിച്ച് വേറെ എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ളത് എന്തെങ്കിലും വേറെ കിട്ടും. അങ്ങനെയുള്ള തരീക്ക എന്ന് പറഞ്ഞാൽ മെത്തേഡ്, അങ്ങനത്തുള്ള മെത്തേഡായിരുന്നു. പറഞ്ഞാൽ വസ്തുവോക്ക ആദാൻ പ്രദാൻ എന്ന് പറയാം. അപ്പോൾ ഓർ ലോഗ് അനാജ് കി ബദലെ ഉസ്സെ ചൂടിയാ ലേ ജാത്തെ थे. അപ്പോൾ അനാജ് ധാന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു, എന്നിട്ട് വളകൾ മേടിച്ചു കൊണ്ടുപോകുമായിരുന്നു ആൾക്കാർ. ബദലു സ്വഭാവ് സേ ബഹുത് സീധാ താ. സ്വഭാവം എങ്ങനെയായിരുന്നു, വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. മേനെ കഭി ബി ഉസ്സെ കിസി സെ ജഗർത്തെ നഹി ദേഖ. ഞാൻ അദ്ദേഹത്തിനെ ഒരാളുടെ അടുത്തും വഴക്കടിച്ചിട്ട് കണ്ടിട്ടില്ല ഇതുവരെ. ജഗടന എന്ന് പറഞ്ഞാൽ വഴക്കടിക്കുക. ഷാദി വിവാഹ കെ അവസരോं पर वह अवश्य जिद पकड़ा जाता था. ഷാദി വിവാഹക്കെ അവസരവും പർ. കല്യാണങ്ങളൊക്കെ ഉള്ള സമയത്ത്, വിവാഹങ്ങളൊക്കെ ഉള്ള സമയത്ത്, അങ്ങനത്തെ ഉള്ള അവസരത്തിൽ വഹ അവശ്യ, അദ്ദേഹം തീർച്ചയായിട്ടും എന്താണ്, ജിദ് പകർത്താത്ത, ഭയങ്കര വാശി പിടിച്ച് നിൽക്കുമായിരുന്നു. എന്താണ് ജിദ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാശി. എന്താണത്, ജീവൻ ഭർ ചാഹെ കോയി ഉസ്സെ മുഫ്ത് ചൂടിയ ലേ ജായ. ജീവൻ മുഴുവനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന്, മുഫ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീയിൽ വളകൾ കൊണ്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും, പരന്തു വിവാഹക്കെ അവസർ പർ, എന്നാൽ വിവാഹത്തിൻ്റെ അവസരത്തിൽ വഹ സാരി കസർ നിക്കാൽ ദേത്ത. അതിൻ്റെ കസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകരവും പലിശയൊക്കെ എടുക്കുമായിരുന്നു. കസർ എന്ന് പറഞ്ഞാൽ നമ്മൾ പകരമൊക്കെ വീട്ടില്ല, അതിനാണ് പറയുക. പറഞ്ഞാൽ അങ്ങനെ പകരം വീട്ടിലല്ല, അതിൻ്റെ പകരം പലിശയൊക്കെ എടുക്കുമായിരുന്നു. आखिर सुहाग के जोड़े का महत्व ही और होता है. ആഖിർ പറഞ്ഞാൽ അറ്റ് ലാസ്റ്റ് എന്ന് പറയില്ലേ, അങ്ങനെ. സുഹാഗ് കെ ജോഡെ, സുഹാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണം, കല്യാണത്തിനെയാണ് സുഹാഗ് എന്ന് പറയുക. അപ്പോൾ സുഹാഗ് കെ ജോഡെ പറഞ്ഞാൽ കല്യാണത്തിന് വേണ്ടി ഉണ്ടാക്കണ ഓർണമെൻറ്റ്സ്, അതിനാണ് സുഹാഗ് കെ ജോഡെ എന്ന് പറയുന്നത്. ഷാദി കെ സമയ പെഹന്നെ വാല ആഭൂഷൺ എന്നൊക്കെ പറയാം. മെയിനായിട്ട് സുഹാഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിൻ്റെ മഹത്വം ഒന്ന് വേറെ തന്നെയാണ് എന്നാണ് പറയുന്നത്. മുझे याद है मेरे मामा के यहाँ किसी लड़की के विवाह पर ज़रा सी किसी बात पर बिगड़ गया था और फिर उसको मनाने में लोहे लग गए थे. മുझे യാദ് ഹെ. അപ്പോൾ ലേഖകൻ എന്താ പറയുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. എന്താണ്, എൻ്റെ അമ്മാമൻ്റെ അവിടെ കിസി ലടുക്കിക്ക് വിവാഹപ്പർ, ഏതോ ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന്, ജറാസി കിസി ബാത് പർ, എന്തോ ചെറിയൊരു കാര്യത്തിന്, ബിഗഡ് ഗ്യാത്ത, എന്തോ കാര്യങ്ങൾ വഷളായി, ബാത് പർ ബിഗഡ് ഗ്യാത്ത, എന്തോ കാര്യങ്ങൾ പറഞ്ഞ് വഷളായി, കാര്യം വഷളായി. ഓർ ഫിർ ഉസ്കോ മനാനെ മേ ലോഹേ ലഗ് ഗേ ഥേ. ലോഹേ ലഗ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ കഷ്ടപ്പെടുക, ബുദ്ധിമുട്ടുക, ബഡേ കഠിനായിസേ എന്ന് പറയാം. അപ്പോൾ പിന്നെ അദ്ദേഹത്തിനെ പിണക്കം മാറ്റി ഇണക്കി കൊണ്ടുവരാൻ എന്താണ്, വളരെ കഷ്ടപ്പെട്ടു എന്നാണ് പറയണത്. എന്തോ കാര്യം പറഞ്ഞ് വഷളായി, പിന്നെ വളരെ കഷ്ടപ്പെട്ടു അയാളെ ഒന്ന് ഇണക്കി കൊണ്ടുവരാൻ എന്ന് പറയണം. വിവാഹമേ इसी जोड़े का मूल्य इतना बढ़ जाता था कि उसके लिए उसकी घरवाली को सारे वस्त्र मिलते. അപ്പോൾ വിവാഹത്തിൻ്റെ സമയത്ത് ഈ ജോഡ എന്ന് പറഞ്ഞാൽ ഈ വളകളാണ് ഉദ്ദേശിക്കുന്നത്. ഈ വളകളുടെ തന്നെ മൂല്യം ഇത്രയും കൂടുതലാവും. അതിന് പകരം എന്തൊക്കെ കിട്ടും, ഉസ്കെ ലിയെ ഉസ്കി ഘർവാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈഫ്, ഭാര്യ, അതിനാണ് ഘർവാലി എന്ന് പറയുക. നമ്മൾ കെട്ടിയുള്ളത് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഓരോരോ വേർഡാണ്, വേറെ വേർഡുകൾ. അവർക്ക് വസ്ത്രം കിട്ടും, അവർക്ക് ഡ്രസ്സ് കിട്ടുമായിരുന്നു. പിന്നെ ഢേരോ അനാജ്, ഢേരോ എന്ന് പറഞ്ഞാൽ കുറേ കൂടുതൽ, അനാജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധാന്യങ്ങൾ കിട്ടുമായിരുന്നു. പിന്നെന്താണ്, ഉസ്കോ അപ്പനേലിയെ പഗടി മിൽത്തി, പഗടി എന്ന് പറഞ്ഞാൽ ടർബൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തലയിൽ കെട്ടണ തുണി, അപ്പോൾ അത് കിട്ടുമായിരുന്നു ബദലൂന്. ഓർ റുപ്പയോജോ മിൽത്തേസോ അലക്, പിന്നെ പൈസ കിട്ടുന്നത് അത് വേറെയും. അപ്പോൾ ആരുടെങ്കിലും കല്യാണത്തിന് വളകൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം കിട്ടുമായിരുന്നു ബദലൂന്. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह थी कांच की चूड़ियों से. ചിടെന്ന് പറഞ്ഞാൽ ഇറിറ്റേറ്റ് ആവുക. കാഞ്ച് കി ചൂടിയ പറഞ്ഞാൽ കുപ്പിവളകൾ കേട്ടോ. കാഞ്ച് എന്ന് പറഞ്ഞാൽ കുപ്പി, ഗ്ലാസ്. അപ്പം യദി സംസാരമേ ബദലൂക്കോ കിസി ബാസ് ചിടുത്തിത്തു പറഞ്ഞാൽ ലോകത്തിൽ ബദലൂന് എന്തെങ്കിലും സാധനത്തോട് ഇറിറ്റേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരുന്നു കുപ്പിവളകൾ. यदि किसी भी स्त्रियों के हाथों में उसे कांच की चूड़ियाँ दिख जाती तो वह अंदर ही अंदर कूट उठा.
ആ എങ്ങാനും ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ കുപ്പിവളകൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഹ അന്തരി അന്തർ അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ സ്വയം തന്നെ മനസ്സിലെ ഉള്ളിൽ കൂട്ടുകൊടുത്ത പറഞ്ഞാൽ ഉള്ളിൽ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവില്ല, ഇങ്ങനെ വെളിയിൽ കാണിക്കൂല്ല, പറഞ്ഞാൽ ഉള്ളിൽ ദേഷ്യം വരില്ല, അതിനാണ് കൂട്ടുകൂട്ടുന്ന പറയുക. അങ്ങനെ ദേഷ്യം വരുമായിരുന്നു. ഓർ കഭി കഭി തോ ദോ ചാർ ബാത്തേ ഭി സുനാ ദേത്ത. ചില സമയത്ത് എന്താണ് ഉള്ളിൽ വെക്കുക മാത്രമല്ല എന്തെങ്കിലും 3-4 വാക്കുകൾ കേൾപ്പിക്കുകയും ചെയ്യും, പറഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ പറയുകയും ചെയ്യും എന്നാണ് പറയുന്നത്. മുജ്സെ തോ വഹ ഘണ്ടവും ബാത് കിയാ കർത്ത. എൻ്റെ അടുത്താണെന്നുണ്ടെങ്കിൽ മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. കഭി മേരി പഠായി കി ബാരെ മേ പൂछता. ചിലപ്പോൾ എൻ്റെ പഠിത്തത്തിനെ കുറിച്ചെല്ലാം ചോദിക്കുമായിരുന്നു. കഭി മേരെ ഘർ കെ ബാരെ മേ, ചിലപ്പോൾ എൻ്റെ വീട്ടിലെ പറ്റിയിട്ടൊക്കെ ചോദിക്കും. കഭി യോ ഹി ഷഹർ കെ ജീവൻ കെ ബാരെ മേ, ചില സമയത്ത് എന്താണ് പട്ടണത്തിൽ സിറ്റിയിൽ ലൈഫിനെ പറ്റിയിട്ടൊക്കെ ചോദിക്കുമായിരുന്നു. മേ ഉസ്സെ കഹത്താ കി ഷഹർ മേ സബ് കാഞ്ച് കി ചൂടിയാൻ പെഹൻതേ ഹെ. ഞാൻ അദ്ദേഹത്തോട് പറയുമായിരുന്നു അവിടെ സിറ്റിയിൽ എല്ലാവരും കുപ്പിവളകളാണ് ഇടുകയെന്ന്. തോ വഹ ഉത്തർ ദേത്ത. അപ്പോൾ അദ്ദേഹം ഉത്തരം പറയുമായിരുന്നു. എന്ത് പറയുമായിരുന്നു? ഷെഹർ കി ബാത്ത് ഓർ ഹെലല്ല. അപ്പോൾ ആ പട്ടണത്തിൻ്റെ കാര്യങ്ങൾ, സിറ്റിയുടെ കാര്യമൊക്കെ വേറെയാണ് മോനെ. വഹാ തോ സഭി കുച്ച് ഹോത്താ ഹെ. അവിടെ എല്ലാം നടക്കും. വഹാ തോ ഔറത്തെ അപ്നെ മരത് കാ ഹാത്ത് പക്കഡ്കർ സഡ്കോ പർ ഘൂംതി ബി ഹെ. അപ്പോൾ എന്താ പറയുന്നത്, അവിടെ ഔറത്തെ സ്ത്രീകൾ അപ്നെ മരത് കാ ഹാത്ത് പക്കഡ്കർ, മറത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണുങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. മറത് എന്ന് പറഞ്ഞാൽ ആണെന്നാണ് അർത്ഥം. പക്ഷേങ്കിൽ ഇവിടെ എന്താണ്, ഹസ്ബൻഡാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ഹസ്ബൻഡിൻ്റെ കൈ പിടിച്ചിട്ട് റോഡുകളിൽ കറങ്ങിക്കൊണ്ടും കൂടി ഇരിക്കും എന്ന് പറഞ്ഞു. और फिर उनकी कलाइयाँ नाजुक होती है ना. കലായി എന്ന് പറഞ്ഞാൽ റിസ്റ്റ് കേട്ടോ, നാസുക്ക് എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ്. പിന്നെ അവരുടെ കൈകൾ ഭയങ്കര ഡെലിക്കേറ്റും ആയിരിക്കില്ലേ. ലാക്കിക്ക് ചൂടിയാൻ പെഹനിയത്തോ മോച്ചന ആ ജായ്. ലാക്കിൻ്റെ വളകൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മുറിവ് വരില്ലേ എന്ന് പറയുക. മോച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുറിവ് കേട്ടോ. കബി കബി ബദലു മേരി അച്ചി ഖാസി ഖാത്തിർ ബി കർത്ത. ഖാത്തിർ കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിഥികളെ സ്വീകരിക്കില്ലേ, നല്ല കെയർ ചെയ്തിട്ട് അതിനെ പറയണതാണ്. അപ്പോൾ ചില സമയത്ത് ബദലു എന്നെ നന്നായിട്ട് സ്വീകരിക്കുമായിരുന്നു. ജിൻ ദിനോ ഉസ്കി ഗായ്ക്ക് ദൂത് ഹോത്ത വഹ സദാ മേരേലിയെ മലായി ബച്ചാക്കർ രക്ത. അവരുടെ പശുവിൻ്റെ പാലുള്ള സമയത്ത്, വീട്ടിൽ പശുവിൻ്റെ പാലുള്ള സമയത്ത് എപ്പോഴും എനിക്ക് വേണ്ടിയിട്ട്, മലായി എന്ന് പറഞ്ഞാൽ പാലിൻ്റെ ആടാട്ടോ, എനിക്ക് വേണ്ടി പാലിൻ്റെ ആട മാറ്റി വയ്ക്കുമായിരുന്നു. ഓർ ആം കി ഫസൽ മേ തോ मैं रोज़ ही उसके यहाँ से 2-4 ആം ഖാ ആത്ത. ഫസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പ് എന്ന് പറയില്ലേ, അതിനാണ് പറയുന്നത്. ആം കി ഫസൽ മേ, മാങ്ങയൊക്കെ പഴുത്ത് തുടങ്ങുന്നതിന് ശേഷം എന്താണ്, മേ റോജ് ഹി ഉസ്കെ യഹാ, അവരുടെ വീട്ടിൽ ദിവസവും 2-4 ആം, 2-4 മാങ്ങകളെല്ലാം കഴിക്കുമായിരുന്നു എന്നാണ് പറയണത്. परंतु इन सब बातों के अतिरिक्त जिस कारण वह मुझे अच्छा लगता वह यह था कि लगभग रोज़ ही वह मेरे लिए 1-2 गोलियां बना देता. परंतु എന്നാൽ ഇൻ സബ് ബാത്തോं के अतिरिक्त, കെ അത്തിരിക്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന് ഹിന്ദിയിൽ കെ അലാവ എന്നും പറയാം. ഇൻ അഡീഷൻ ടു എന്ന് പറയില്ലേ, അതല്ലാതെ ഈ കാര്യങ്ങളൊന്നും അല്ലാതെ ജിസ് കാരൺ വഹ മുജെ അച്ഛാ ലഗ്താത്ത, ഏത് കാരണത്താലാണോ എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളത് അത് എന്തായിരുന്നു എന്ന് വെച്ചാൽ ഏകദേശം ഏകദേശം റോജ് ഹി വഹ് മേരേലിയെ 1-2 ഗോലിയ ബനാ ദേത്ത. ദിവസവും എനിക്ക് 1-2 ഗോലിയ, ഗോട്ടി പോലത്തുള്ള റൗണ്ട് ഷേപ്പിലുള്ള അതെനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നു, ആ ലാക്ക് കൊണ്ട് ഉണ്ടാക്കി തരുമായിരുന്നു. मैं बहुधा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता. बहुधा എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബഹുത് ബാർ എന്ന് ഹിന്ദിയിൽ പറയാം, പലതവണ, കുറേ പ്രാവശ്യം എന്ന് പറയാം. ഗർമിക്ക് ചുട്ടിമേ, സമ്മർ വെക്കേഷനിൽ അപ്നെ മാമാ കെ ഹാ ചലേ ജാത്ത, എൻ്റെ അമ്മാമ്മൻ്റെ അടുത്ത് പോകുമായിരുന്നു. ഓർ ഏക് ആധ് മഹീനെ വഹാ രഹക്കർ സ്കൂൾ ഖുൽനെ കെ സമയ തക് വാപ്പസ് ആ ജാത്ത. അവിടെ ഏകദേശം 1 മാസമൊക്കെ നിന്നിട്ട് സ്കൂൾ തുറക്കാറാവുന്ന സമയത്ത് തിരിച്ചു വരുമായിരുന്നു. പരന്തു 2-3 ബാർ ഹി മേ അപ്നെ മാമാ കെ യഹാ ഗയാ ഹോവുങ്ക. പക്ഷേങ്കിൽ ഞാൻ എന്താണ് ഒരു 2-3 പ്രാവശ്യമായിരിക്കും പോയിട്ടുണ്ടാവുക അമ്മാമ്മൻ്റെ അടുത്ത്. തബി മേരെ പിതാക്ക് ഏക് ദൂർ കെ ഷഹർ മേ ബദലി ഹോ ഗയി. ബദലി എന്ന് വെച്ചാൽ ട്രാൻസ്ഫർ കേട്ടോ. ഒരു 2-3 പ്രാവശ്യം പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോഴേക്കും എൻ്റെ അച്ഛൻ്റെ ഒരു ദൂരെയുള്ള ഒരു സിറ്റിയിലേക്ക് ട്രാൻസ്ഫറായി. और एक लंबी अवधि तक मैं अपने मामा के गांव न जा सका. അവധി എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ, സമയം. പിന്നെ കുറേ സമയത്തോളം എനിക്ക് എൻ്റെ അമ്മാവൻ്റെ ഗ്രാമത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല.
तब लगभग 8-10 वर्ष के बाद जब मैं वहाँ गया तो इतना बड़ा हो चुका था कि लाख की गोलियों में मेरी രുചി नहीं रह गई थी. പിന്നെന്താണ്, ഏകദേശം 8-10 വർഷം 8-10 വർഷത്തിൻ്റെ ശേഷം ഞാൻ അവിടെ പോയ സമയത്ത് ഞാൻ വലുതായിട്ടുണ്ടായിരുന്നു അല്ലേ. 8-10 വർഷം എന്ന് പറഞ്ഞാൽ കുറേ വലുതായില്ലേ. അപ്പം എന്താണ്, ലാക്ക് കി ഗോലിയോമേ മേരി രുചി നഹി രഹ ഗയി. ഈ ലാക്കിൻ്റെ ഈ ഉരുളകളോടൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല. കുറേ വലുതായില്ലേ, അതൊക്കെ ചെറിയ കുട്ടികൾ കളിക്കുന്ന സാധനങ്ങളല്ലേ. പിന്നെ എനിക്ക് അതിലൊന്നും ഒരു ഇൻട്രസ്റ്റും തോന്നിയിരുന്നില്ല. അतः गाँव में होते हुए भी कई दिनों तक मुझे बदलू का ध्यान न आया. ഞാൻ ആ ഗ്രാമത്തിൽ ഉണ്ടായിട്ട് പോലും അവിടെ എത്തിയിട്ട് പോലും എനിക്ക് കുറേ ദിവസങ്ങളോളം എനിക്ക് ഈ ബദലൂൻ്റെ പറ്റിയിട്ട് ഓർമ്മയൊന്നും വന്നില്ല. इस बीच मैंने देखा कि गाँव में लगभग सभी स्त्रियां कांच की चूड़ियाँ पहने हैं. ഇതിനിടയിൽ ഞാൻ കണ്ടു, എന്താ കണ്ടത്, ആ ഗ്രാമത്തിലെ ഏകദേശം കുറേ സ്ത്രീകൾ കുപ്പിവളകളായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വിർലേ ഹി ഹാത്തോമേ മേനെ ലാക്കി ചൂടിയാ ദേക്കി. വിർലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബഹുത് കം, മലയാളത്തിലും വിരളമായിട്ടെന്ന് പറയില്ല തന്നെ. വളരെ കുറച്ച് സ്ത്രീകളുടെ കയ്യിലാണ് ഈ ലാക്കിൻ്റെ വളകൾ ഇട്ടിരിക്കുന്നത് കണ്ടത്. തബ് ഏക് ദിൻ സഹസ മുझे ബദ്ലു കാ ധ്യാൻ ഹോ ഗയ. അപ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എനിക്ക്, സഹസ എന്ന് പറഞ്ഞാൽ അച്ചാനക് എന്ന് പറയില്ലേ, പെട്ടെന്ന് എനിക്ക് ബദ്ലുവിനെ വല്ലാതെ ഓർമ്മ വന്നു. बात यह हुई कि बरसात में मेरे मामा की छोटी लड़की आंगन में फिसल कर गिर पड़ी. കാര്യം എന്താണെന്ന് വെച്ചാൽ, ബർസാത്ത് മേ, മഴക്കാലത്ത് എൻ്റെ അമ്മാമൻ്റെ ചെറിയ മോള്, ചോട്ടി ലടുക്കി, ചെറിയ കുട്ടി, ആങ്കന്മേ, മുറ്റത്ത്, ഫിസൽ കർ ഗിർപടി, വഴുതി വീണു അവിടെ. और उसके हाथ की कांच की चूड़ी टूट कर उसकी कलाई में घुस गई. അവൾ ഇട്ടിരിക്കുന്ന കുപ്പിവള അവളുടെ കയ്യിൽ നിന്ന് അത് പൊട്ടിയിട്ട് അത് റിസ്റ്റിൽ, കയ്യിൽ അത് തട്ടി അവിടെ, അകത്ത് പോയി ഇങ്ങനെ. ഓർ ഉസ്സേ ഖൂൻ ബഹനെ ലഗ. അത് കഴിഞ്ഞിട്ട് എന്തായി, അതിൽ നിന്ന് രക്തം വരാൻ തുടങ്ങി. മേരെ മാമ ഉസ് സമയ ഘർ പർ നാ തേ. എൻ്റെ അമ്മാവൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല. മുझे ഹി ഉസ്കി മർഹം പട്ടി കർണി പടി. മർഹം പട്ടി കർണ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മരുന്ന് തേച്ച് പട്ടി കെട്ടി വയ്ക്കാം. അപ്പോൾ എനിക്ക് തന്നെ അവൾക്ക് മരുന്ന് തേച്ച് പട്ടി കെട്ടി കൊടുക്കേണ്ടി വന്നു. തബി സഹസ മുझे ബദ്ലു കാ ധ്യാൻ ഹോ ഗയ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ബദ്ലുവിനെ ഓർമ്മ വന്നു. ഓർ മേനെ സോച്ചാക്കി ഉസ്സേ മിൽ ആവും. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അദ്ദേഹത്തിനെ കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചു. അത് ഷാം കോ മേ ഘൂമത്തെ ഘൂമത്തെ ഉസ്കെ ഘർ ചലാ ഗയ. വൈകുന്നേരം സമയത്ത് ഞാൻ കറങ്ങി കറങ്ങി ബദ്ലുവിൻ്റെ വീട്ടിലെത്തി. ബദ്ലു വഹി ചബൂത്രേ പർ നീം കെ നീച്ചെ എക് ഘാട്ട് പർ ലേഠാ താ. ചബൂത്ര എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ കോലായി എന്നൊക്കെ പറയില്ലേ, കുറച്ച് ഉയർന്നിട്ട്, അവിടെ. ഘാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിൽ, ചാർപ്പായി എന്നും പറയും കേട്ടോ. അപ്പോൾ അവിടെ ആ കോലായിൽ ഒരു ചാർപ്പായി, ഒരു കട്ടിലിട്ടിട്ട് അതിൽ കിടക്കുമായിരുന്നു ബദ്ലു. നമസ്തേ ബദ്ലു കാക്ക മെനെ കഹ. ഞാൻ പറഞ്ഞു, നമസ്തേ പറഞ്ഞു ബദ്ലു കാക്കേൻ്റെ അടുത്ത്. പിന്നെ നമസ്തേ ഭയ്യ, നമസ്തേ എന്ന് തിരിച്ചും പറഞ്ഞു ബദ്ലു. ഉസ്നെ മേരി നമസ്തേ കാ ഉത്തർ ദിയ. അദ്ദേഹം എൻ്റെ നമസ്തേൻ്റെ ഉത്തരം തന്നു. ഓർ ഉട്ട് ഘർ ഘാട്ട് പർ ബൈഠ് ഗയ. അപ്പോൾ കിടക്കുമായിരുന്നു, എണീറ്റ് ഇരുന്നു അതിൽ. പരന്തു ഉസ്നെ മുझे പെഹചാന നഹി. എന്നാൽ എന്നെ മനസ്സിലായില്ല ആരാന്ന്. और देर तक मेरी और നിഹാർത്ത രഹ. നിഹാർന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, ഒബ്സർവ് ചെയ്യുക എന്ന് പറയില്ല, ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. മനസ്സിലായില്ല, എന്നെ നോക്കിക്കൊണ്ടിരുന്നു. മേഹു ജനാർദ്ദൻ കാക്ക. ഞാനാണ്, ജനാർദ്ദനാണ് കാക്ക എന്ന് പറഞ്ഞു കൊടുത്തു. ആപ്കെ പാസ് സെ ഗോലിയാം ബൻവാക്കർ ലേ ജാത്താ താ. താങ്കളുടെ അടുത്ത് നിന്ന് ഗോലിയകൾ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകുമായിരുന്നില്ലേ, ഞാൻ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നില്ലേ എന്ന് ഓർമ്മിപ്പിച്ചു. മേനെ അപ്ന പരിചയ ദിയ. അങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ കാര്യം പറഞ്ഞാൽ ഓർമ്മ വരുമല്ലോ, അതിന് വേണ്ടിയിട്ട്. ബദ്ലു फिर भी चुप रहा. പിന്നെയും ബദ്ലു മിണ്ടാതിരുന്നു. മാനോ വഹ അപ്പനെ സ്മൃതി പട്ടൽ പർ അതീത് കെ ചിത്ര ഉത്താർ റഹാ ഹോ. പിന്നെയും മിണ്ടാതിരുന്നു. പിന്നെ എന്താ ചെയ്യേണ്ടായിരുന്നത്, മിണ്ടാതിരുന്നിട്ട് അപ്പനെ സ്മൃതി പട്ടൽ പർ, സ്മൃതി പറഞ്ഞാൽ ഓർമ്മ, സ്മൃതി പടലത്തിലെ, മലയാളത്തിലൊക്കെ പറയും നമ്മൾ, ഓർമ്മകളിൽ അതീത് കെ, അതീത് എന്ന് പറഞ്ഞാൽ ബീത്താ ഹുവ എന്ന് പറയാം, കഴിഞ്ഞു പോയത്. അപ്പോൾ സ്മൃതി പടലത്തിൽ കഴിഞ്ഞു പോയതിനെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കുന്ന പോലെ തോന്നി. ചിത്ര ഉത്താർ റഹാ ഹോ പറഞ്ഞാൽ തസ്വീർ കീച്ചന, അല്ലെങ്കിൽ ചിത്രം വരയ്ക്കുക എന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്, കഴിഞ്ഞു പോയത് അദ്ദേഹം റീകലക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്, അവിടെ ഇരുന്ന് ഓർക്കാൻ ശ്രമിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഓർ തബ് വഹ ഏകദം ബോൽപട. പിന്നെ അങ്ങോട്ട് പെട്ടെന്ന് പറഞ്ഞു, ആവോ ആവോ ലല്ല ബേട്ടോ, വാ ലല്ല ഇരിക്കേ എന്ന് പറഞ്ഞു, വരുമോനെ ഇരിക്കെന്ന് പറഞ്ഞു. ബഹുത് ദിൻ ബാദ് ഗാവായേ. കുറേ കാലത്തിന് ശേഷമാണല്ലോ വന്നിരിക്കുന്നത്. ഇധർ ആന നഹി ഹോ സക്ക കാക്ക. കാക്ക എനിക്കിവിടെ വരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. മേനെ ചാർപ്പായ് പർ ബൈഠത്തെ ഹുയെ ഉത്തർ ദിയ. ഞാൻ പോയി ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഉത്തരം കൊടുത്തു. കുച്ച് ദേർ ഫിർ ശാന്തി രഹി. പിന്നെയും കുറച്ചു നേരം ശാന്തമായിരുന്നു. മേനെ ഇധർ ദൃഷ്ടി ദൊടായി.
ഞാൻ അവിടെ എല്ലാം എൻ്റെ ദൃഷ്ടി ഓട്ടിച്ചു ഇങ്ങനെ അവിടെ എല്ലാം നോക്കി. അതിൻ്റെ അർത്ഥം നാ തോ മുജെ ഉസ്കി മച്ചിയ ഹി നസറായി നാ ഹി ഭട്ടി. അദ്ദേഹത്തിൻ്റെ മച്ചിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരിക്കുന്ന സാധനത്തിൻ്റെ പേരല്ലേ, ഓർമ്മയുണ്ടോ? അതും എനിക്ക് അവിടെ കാണാൻ പറ്റിയില്ല. പിന്നെ ഭട്ടി, ചൂള, സ്റ്റൗ പോലെ ഉണ്ടാക്കുന്ന സാധനം, അതും ഒന്നും എനിക്കവിടെ കാണാൻ സാധിച്ചില്ല. ആജ്കൽ കാം നഹി കർത്തേ കാക്ക മെനെ പൂച്ച. ഞാൻ ചോദിച്ചു, ഈയിടെയായിട്ട് പണിയൊന്നും ചെയ്യണില്ലേ കാക്ക എന്ന് ഞാൻ ചോദിച്ചു. നഹിലല്ല, കാം തോ കൈ സാൽ സെ ബന്ദ് ഹെ. കുറേ വർഷങ്ങളായിട്ട് പണിയൊക്കെ ക്ലോസായി, പണിയൊക്കെ ബന്ധാണ്, ഒന്നുമില്ല. മേരി ബനായി ഹുയി ചൂടിയ കോയി പൂച്ചെ തപ് തോ. ഞാൻ ഉണ്ടാക്കിയ വളകൾ ആരെങ്കിലും ചോദിച്ചാലല്ലേ, എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ എന്ന് പറഞ്ഞു. ഗാവ് ഗാവ് മേ കാഞ്ച് കാ പ്രചാർ ഹോ ഗയാ ഹെ. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ചില്ല് വളകൾ, ഗ്ലാസിൻ്റെ വളകളാണ് പ്രചരിച്ചിരിക്കുന്നത് ഇപ്പോൾ. വഹ കുച്ച് ദേർ ചുപ് രഹാ ഫിർ ബോല. കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു. പിന്നെ എന്നിട്ട് പറഞ്ഞു, മെഷീൻ യുഗ് ഹെ നാ യഹലല്ല. ഇതിപ്പോൾ മെഷീൻ യുഗം അല്ലേ എന്ന് പറഞ്ഞു. അല്ല, ഇപ്പം എല്ലാം മെഷീനിലല്ലേ ഉണ്ടാക്കണത്, അതാണ് മെയിനായിട്ട് ഈ ചാപ്റ്ററിൻ്റെയും ഒരു മെസ്സേജ് കേട്ടോ. കാരണം മെഷീനുകൾ വന്ന സമയത്ത് പിന്നെ കൈകൊണ്ട് ഉണ്ടാക്കുന്നവർക്കൊന്നും പണിയില്ലാതായി, അവർക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റാണ്ടായി. അതൊക്കെയാണ് ഒരു മെസ്സേജും ഇതിൽ കൂടി ഉള്ളത്. ആജ്കൽ സബ് കാം മെഷീൻ സെ ഹോത്താ ഹെ. ഇപ്പോൾ ഈയിടെയായിട്ട് എന്താണ്, എല്ലാം മെഷീനിലാണ് പണികൾ നടക്കുന്നത്. ഖേത്ത് ബി മെഷീൻ സെ ജോത്തെ ജാത്തെ ഹെ. അപ്പോൾ പാടങ്ങളിൽ, വയലുകളിലും എന്താണ്, എല്ലാം മെഷീനിലാണ് പണികൾ നടക്കുന്നത്. ഓർ ഫിർ ജോ സുന്ദരത കാഞ്ച് കി ചൂടിയോ മേ ഹോത്തി ഹെ ലാക്ക് മേ കഹാ സംഭവ് ഹെ. അപ്പോൾ കാഞ്ച് കി ചൂടിയോ, കുപ്പിവളകളിൽ ഉണ്ടാവുന്ന സുന്ദരത ലാക്കിൻ്റെ വളകളിൽ എവിടെ ഉണ്ടാവുക എന്ന് പറയണം. ലേക്കിൻ കാഞ്ച് ബഡാ ഖത്തർനാക്ക് ഹോത്താ ഹെ. ഖത്തർനാക്ക് എന്ന് വെച്ചാൽ ഡേഞ്ചർ. അപ്പോൾ ഈ ഗ്ലാസ് ഭയങ്കര ഡേഞ്ചറാണ്. ബഡി ജൽദി ടൂട്ട് ജാത്ത ഹെ മെനെ കഹ. വളരെ പെട്ടെന്ന് പൊട്ടിയും പോകും, ഞാൻ പറഞ്ഞു അങ്ങനെ. നാസുക് തോ ഫിർ ഹോത്താ ഹി ഹെ ലല്ല. എന്തായാലും ഡെലിക്കേറ്റ് തന്നെ ആയിരിക്കും ലല്ല എന്ന് പറഞ്ഞു. കഹത്തെ ഉസെ ഖാസി ആഗയി. പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ചുമ വന്നു. ഓർ വഹ ദേർ തക് ഖാസ്താ രഹ. പിന്നെ കുറേ നേരം ചുമച്ചുകൊണ്ടേയിരുന്നു. മുജെ ലഗ ഉസെ ദമാ ഹെ. ദമ എന്ന് പറഞ്ഞാൽ അസ്തമ. അപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന് അസ്തമയാണോ എന്ന് തോന്നി, പക്ഷെ പറഞ്ഞില്ല കേട്ടോ. അവസ്ഥയ്ക്ക് സാത്ത് സാത്ത് ഉസ്ക ശരീർ ഡൽ ചുക്കാത്ത. അങ്ങനെ ഒരു അവസ്ഥയും അതിൻ്റെ കൂടെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ശരീരം ഭയങ്കര ഡള്ളായിട്ടുണ്ടായിരുന്നു. ഡൽന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡള്ളാവുക. ഉസ്കെ ഹാത്തോം പർ ഓർ മാഥേ പർ നസേ ഉഭർ ആയിത്തി. നസേ എന്ന് പറഞ്ഞാൽ നെർവ്സ്, ഞരമ്പ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകളിലും പിന്നെ നെറ്റിയിലും ഒക്കെ നെർവ്സ്, ഇങ്ങനെ ഞരമ്പ് ഇങ്ങനെ കാണാൻ തുടങ്ങി. ഇങ്ങനെ പൊങ്ങി നിന്ന് കാണില്ലേ, അങ്ങനെ കാണാൻ തുടങ്ങിയിരുന്നു. ജാനെ കേസെ ഉസ്നെ മേരി ശങ്ക ബാപ്ലി ഓർ ബോല. ശങ്ക എന്ന് പറഞ്ഞാൽ സംശയം. ശങ്ക ബാപ്ലേന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി സംശയിച്ചിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് മനസ്സിലായി അത്. ദമ നഹി ഹെ മുജെ. എനിക്ക് അസ്തമയല്ല, അസ്തമയാണോ എന്ന് സംശയിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതാ പറയണത്. പക്ഷെ പറഞ്ഞില്ലായിരുന്നു അദ്ദേഹത്തിനടുത്ത്. പക്ഷെ അദ്ദേഹത്തിന് തനിയെ മനസ്സിലായി, ഇങ്ങനെ വിചാരിച്ചു എന്ന്. ഫസ്ലി ഖാസി ഹെ. ഫസ്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളകളെടുക്കുന്ന സമയം. പക്ഷേ ഫസ്ലി ഖാസി എന്ന് ഉദ്ദേശിക്കുന്നത് എങ്ങനെ വെച്ചാൽ സീസൺ അനുസരിച്ചിട്ട് നമുക്ക് ഓരോ അസുഖങ്ങൾ വരില്ലേ, അങ്ങനെ. അപ്പോൾ ആ കാലാവസ്ഥ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള ഒരു ചുമയാണെന്ന് പറഞ്ഞു. യഹി മഹീനെ 2 മഹീനെ സെ ആ രഹി ഹെ. പക്ഷേ ഇത് 1 മാസം 2 മാസമായിട്ട് തുടങ്ങിയതാണിത് എന്ന് പറഞ്ഞു. 10-15 ദിൻ മേ ഠീക്ക് ഹോ ജായേഗി. ഇനി ഒരു 10-15 ദിവസത്തിൽ ശരിയാവുമല്ലോ. മേ ചുപ് രഹ. ഞാൻ മിണ്ടാതിരുന്നു. മുझे लगा उसके अंदर कोई बहुत बड़ी व्यथा छिपी है. എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ വലിയ ദുഃഖം ഒളിഞ്ഞിരിക്കണ്ടെന്ന് എനിക്ക് തോന്നി. മേ ദേർ തക് സോച്താ രഹ. ഞാൻ കുറേ നേരം വരെ ആലോചിച്ചുകൊണ്ടിരുന്നു. കി ഇസ് മഷീൻ യുഗിനെ കിത്തനെ ഹാത്ത് കാട്ട് ദിയെ. ഈ മെഷീൻ യുഗം വന്നതിന് ശേഷം എത്രയോ ഹാത്ത് കാട്ട് ദിയെ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈകൾ മുറിച്ചു കളഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്, എത്രയോ ആൾക്കാർക്ക് പണിയില്ലാതായി. ഹാത്ത് കാട്ടെന്ന് പറഞ്ഞാൽ പണിയില്ലാതായി. എത്രയോ ആൾക്കാർക്ക് പണിയില്ലാതായി എന്ന് ഞാൻ വിചാരിച്ചു. കുച്ച് ദേർ ഫിർ ശാന്തി രഹി ജോ മുझे അച്ചി നഹി ലഗി. പിന്നെയും കുറേ നേരം എന്താണ്, ശാന്തമായിരുന്നു. എനിക്ക് ഇഷ്ടമായില്ല അങ്ങനെ. ആം കി ഫസൽ അബ് കേസി ഹെ കാക്ക. ഇപ്പോൾ പിന്നെ മാങ്ങയൊക്കെ എങ്ങനെയുണ്ട്, മാങ്ങയുടെ കാലമല്ലേ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഞാൻ. കുച്ച് ദേർ പശ്ചാത് മേനെ ബാത് കാ വിഷയ ബദൽത്തെ ഹുയെ പൂച്ച. അതെന്തിനു വേണ്ടിയിട്ടാണ് ചോദിച്ചത്, വെറുതെ ടോപ്പിക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, വെറുതെ വിഷയം മാറ്റിയിട്ട് ഞാൻ ചോദിച്ചു. അച്ചി ഹെലല്ല. നന്നായിട്ട് നടക്കുന്നു മോനെ എന്ന് പറഞ്ഞു. ബഹുത് അച്ചി ഹെ. നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. ഉസ്നെ ലഹക്ക് കർ ഉത്തർ ദിയ. ലഹക്ക് കർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്താ, നെടുവീർപ്പിടുക എന്നൊക്കെ പറയില്ലേ, ഇങ്ങനെ നീണ്ട ശ്വാസം എടുക്കുക, അങ്ങനെ എടുത്തിട്ട് പറഞ്ഞു. ഓർ അന്തർ അപ്നി ബേട്ടി കോ ആവാസ് ദി. പിന്നെ അകത്തുള്ള മോളെ വിളിച്ചു. അരി രജോ ലാല കെ ലിയെ ആം തോ ലേ ആ.
ലല്ലയ്ക്ക് വേണ്ടിയിട്ട് മാങ്ങ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഫിർ മേരി ഓർ മുഖാത്തിബ് ഹോക്കർ ബോല. മുഖാത്തിബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേക്കർ ബാത് കർണ എന്ന് പറയാം, മുഖം നോക്കി സംസാരിക്കുക. പിന്നെ എൻ്റെ മുഖം നോക്കി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു, മാഫ് കർണ ലല്ല, പിന്നെ സോറി എന്ന് പറഞ്ഞു. തുംഹേ ആം ഖിലാന ഭൂൽ ഗിയ, നിന്നെ ഞാൻ നിനക്ക് ഞാൻ മാങ്ങ തരാൻ മറന്നു. ഹിന്ദിയിൽ നമ്മൾ കൊടുക്കുക തരാമെന്നൊന്നും പറയില്ല, ഖിലാന അല്ലെങ്കിൽ പിലാന, തിന്നിപ്പിക്കുക കുടിപ്പിക്കുക എന്ന് പറയും. പക്ഷെ നമ്മൾ മലയാളത്തിൽ അതേ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ മാങ്ങ തരാൻ അല്ലെങ്കിൽ ചായ തരാൻ എന്ന് പറയും. നെഹി നെഹി കാക്ക ആം തോ ഇസ് സാൽ ബഹുത് കായ ഹെ, അങ്ങനെയൊന്നുമില്ല കാക്ക, ഈ വർഷം മാങ്ങയൊക്കെ ഞാൻ കുറേ കഴിച്ചു. വാഹ വാഹ ബിനാ ആം ഖിലായ കേസെ ജാനേ ദൂങ്ക തുംകോ, അങ്ങനെ നിനക്ക് മാങ്ങ തരണ്ട ഞാൻ എങ്ങനെ അങ്ങനെ നിന്നെ വിടുക എന്ന് പറഞ്ഞു. मैं चुप हो गया, ഞാൻ മിണ്ടാതിരുന്നു. മുझे വേ ദിൻ യാദ് ഹോ ആയേ ജബ് വഹ മേരെ ലിയെ മലായി ബച്ചാക്കർ രഖ്താ താ, എനിക്ക് ആ ദിവസങ്ങൾ ഓർമ്മ വന്നു. ഏത് ദിവസമാണ്? എനിക്ക് വേണ്ടിയിട്ട് പാലിൻ്റെ ആട മാറ്റി വയ്ക്കുമായിരുന്നു. ഗായ് തോ അച്ചി ഹെന കാക്ക മെനെ പൂച്ച, പശുവൊക്കെ നന്നായിരിക്കുന്നു എന്ന് ഞാൻ ചോദിച്ചു. ഗായ് കഹാ ഹെ ലല, പശുവൊക്കെ എവിടെയാ ലല്ല? 2 സാൽ ഹുവേ ബേസ് ദി, 2 വർഷമായി അതിനെയൊക്കെ വിറ്റിട്ട്. കഹാസെ ഖിലാത്ത, അതിനെ എവിടെ തീറ്റിയൊക്കെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഇത്തനെ മേ രജ്ജോ ഉസ്കി ബേട്ടി അന്തർ സെ ഏക് ഡലിയ മേ ഢേർ സെ ആം ലേ ആയി, അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മകള് അന്തർസെ അകത്തിന്ന് ഒരു ഡലിയ പറഞ്ഞ ഒരു പ്ലേറ്റിൽ കുറേ മാങ്ങ വെച്ച് കൊണ്ടുവന്നു. ഏത്തോ ബഹുത് ഹേ കാക്ക, ഇതിൽ കുറേ ഉണ്ടല്ലോ കാക്ക എന്ന് പറഞ്ഞു. ഇത്തിനി കഹാ ഖാ പാവുങ്ക മെനി കഹാ, ഇത്രയൊക്കെ എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക എന്ന് ഞാൻ പറഞ്ഞു. വാഹ വാഹ വഹ ഹസ്പട ഷെഹരി ടെഹരേന, അപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷെഹരി, സിറ്റിയിലെ ആൾക്കാരല്ലേ എന്ന് പറഞ്ഞു. അല്ല പറഞ്ഞാൽ ഗ്രാമത്തിലുള്ളവരൊക്കെ ഫിസിക്കലി വർക്കൊക്കെ ചെയ്യുമ്പോൾ നിറയെ കഴിക്കുമല്ലോ, അപ്പോൾ സിറ്റിയിലുള്ളവർ അങ്ങനെ കഴിക്കില്ലല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മേ തുമ്ഹാരെ ഉമർ കാ താ തോ ഇസ്കെ ചോഗുനെ ആം ഏക് ബക്കത്ത് മേ ഖാ ജാത്താ താ. ചോഗുനെ എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി, ബക്കത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വക്ത് എന്ന് പറയില്ലേ നമ്മൾ, അതിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ ഒരേ സമയം, അറ്റ് എ ടൈം എന്ന് പറയില്ല അങ്ങനെ. അപ്പം എന്താ പറയുന്നത്, ഞാൻ നിൻ്റെ വയസ്സുള്ള സമയത്ത് ഒരേ ഇരുന്ന ഇരിപ്പിൽ എന്നൊക്കെ പറയില്ലേ, ഇതിൻ്റെ 4 ഇരട്ടി ഞാൻ മാങ്ങ കഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ആപ് ലോഗോं की बात और है मैंने उत्तर दिया, അപ്പം ഞാൻ മറുപടി പറഞ്ഞു, എന്താണ്, നിങ്ങളുടെയൊക്കെ കാര്യം അത് വേറെയാണ് എന്ന് ഞാൻ മറുപടി കൊടുത്തു. അച്ഛാ ബേട്ടി ലല്ലക്കോ 4-5 ആം ചാട്ട് കർ ദോ, മോളുടെ അടുത്ത് പറഞ്ഞു, ലല്ലയ്ക്ക് 4-5 മാങ്ങ അതിന്ന് നല്ലത് എടുത്തു കൊടുക്കുക. ചാട്ട്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കുക, നല്ലത് എടുത്തു കൊടുക്കുക എന്ന് പറഞ്ഞു. സിന്ദൂരി വാലേ ദേന, സിന്ദൂരി വാലേ സിന്ദൂരി പറഞ്ഞാൽ അതൊരു മാങ്ങയുടെ പേരാണ് കേട്ടോ. മാങ്ങ കൊടുക്കണം എന്ന് പറഞ്ഞു. ദേക്കോ ലല്ല കേസേ ഹെ ഇസി സാലേ ഹെ പേട് തയ്യാർ ഹുവ, ഇത് കഴിച്ചു നോക്കുക എങ്ങനെയുണ്ടെന്ന്, ഈ മരത്തിൽ ഈ പ്രാവശ്യം കായ്ച്ചതാണ്. പേട് തയ്യാർ ഹുവ, ഈ മരം ഈ വർഷമാണ് തയ്യാറായതെന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് കായ്ച്ചത് അതിലെന്ന്. रज्जो ने 4-5 ആം അഞ്ജുലി മേ ലേക്കർ മേരി ഓർ ബടാ ദിയേ. അഞ്ജുലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈപ്പത്തി, കൈപ്പത്തിയിൽ കയ്യിലിങ്ങനെ വെച്ചിട്ട്. അപ്പോൾ രജ്ജോ എന്ത് ചെയ്ത് 4-5 മാങ്ങ അവളുടെ കയ്യിലിങ്ങനെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് കാണിച്ചു, എൻ്റെ അടുത്തേക്ക് നീട്ടി. ബടാദിയെ, എൻ്റെ അടുത്തേക്ക് കൈ നീട്ടി. ആം ലേനെ കെ ലിയെ मैंने हाथ बढ़ाया तो मेरी निगाह एक क्षण के लिए उसके हाथों पर टिटक गई. നിഗാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ടം, പിന്നെ ടിടക് ഗൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക, അങ്ങനെ ആവുക. അപ്പോൾ ആം ലേനേക്കലിയെ മെനെ ഹാത്ത് ബടായ, ഞാൻ മാങ്ങ എടുക്കാൻ വേണ്ടി കൈ അങ്ങോട്ട് നീട്ടിയ സമയത്ത് എന്തായി, എൻ്റെ നോട്ടം ഒരു ക്ഷണത്തിന് അവളുടെ കയ്യിലേക്ക് പെട്ടു എന്ന് പറഞ്ഞത്. ടിടക് ഗൈ പറഞ്ഞാൽ ആ നോട്ടം അവിടെ തന്നെ ഇങ്ങനെ നിന്നു. എന്താ കാരണം, ഗോരി ഗോരി കലായിയോ പർ ലാക്ക് കി ചൂടിയ ബഹുത് ഹി ഫബ് രഹി തീ. ഗോരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്ത നിറമുള്ള ഫെയർ ആയിട്ടുള്ള കൈകളിൽ ലാക്കിൻ്റെ വളകൾ വളരെ നന്നായിരിക്കുന്നു, വളരെ മനോഹരമായിട്ടുണ്ട്. ഫബ് രഹീത്തി, ഫബ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മനോഹരമായിരിക്കുക, വളരെ സുന്ദരമായിരിക്കുക. അപ്പോൾ അവളുടെ കയ്യിൽ എന്താണ്, ലാക്കിൻ്റെ വളകളാണ് ഇട്ടിരിക്കുന്നത്, അത് നന്നായിട്ടുണ്ടായിരുന്നു കാണാൻ എന്നർത്ഥം അവളുടെ കയ്യിൽ കിടക്കുമ്പോൾ. ബദലുവിനെ മേരി ദൃഷ്ടി ദേഖ്ലി ഓർ ബോൽപട. അപ്പോൾ ബദലു, ഞാൻ നോക്കിയത് ബദലും കണ്ടു, ബദലുവിനത് മനസ്സിലായി. എന്നിട്ട് ബദലു പറഞ്ഞു, യഹി ആക്കിരി ജോഡ ബനായ ഥാ ജമീന്ദാർ സാഹബ് കി ബേട്ടി കെ വിവാഹ പർ. ഇതാണ് ഏറ്റവും ലാസ്റ്റ് ഉണ്ടാക്കിയ ജോഡി വളകൾ. ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്? ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ഭൂവുടമ എന്നൊക്കെ പറയില്ല, ലാൻഡ് ലോഡ്. അപ്പോൾ ഒരു വലിയ ലാൻഡ് ലോഡിന് മകൾക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. 10 അണേ പൈസേ മുച്ച്കോ ദേ രഹേ തേ. 10 അണേ 10 അണ പൈസയാണ് എനിക്കിതിന് വേണ്ടി അവർ തരുന്നുണ്ടായിരുന്നത്. മേനെ ജോഡ നഹി ദിയ. അപ്പം ഞാൻ ജോഡ കൊടുത്തില്ല. ഞാൻ കഹാ ഷെഹർ സെ ലേ ആവോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പട്ടണത്തിൽ നിന്ന് സിറ്റിയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞു.
मैंने आम ले लिए और खाकर थोड़ी देर പശ്ചാത് ചല ആയ. ഞാൻ മാങ്ങ എടുത്ത് കഴിച്ചു, പിന്നെ കുറച്ച് നേരം കൂടി ഇരുന്നിട്ട് ഞാൻ തിരിച്ചു വന്നു. മുझे പ്രസന്നത हुई कि बदलू ने हार कर भी हार नहीं मानी थी. എനിക്ക് സന്തോഷമായി, പ്രസന്നത ഹുയി. എന്തുകൊണ്ടാണ്? ബദലൂനെ ഹാർ കർ ബി ഹാർ നഹി മാനി, തോറ്റിട്ടും തോൽവി സമ്മതിച്ചില്ല, അതുകൊണ്ട്. കാരണം അവരെന്താണ്, ഇപ്പം ഈ വളകളൊന്നും നടക്കണില്ല എന്നുള്ളതിലല്ലേ പിന്നെ വളരെ കുറഞ്ഞ പൈസ കൊടുത്തത്. അപ്പോൾ എന്താണ്, പിന്നെ നഷ്ടമായാലും വിരോധമില്ല എന്ന് പറഞ്ഞിട്ട് അവർക്ക് വള കൊടുത്തില്ലല്ലോ, അതിനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിനാണ് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞാൽ അതിന് വിലയുണ്ട്, അദ്ദേഹത്തിൻ്റെ ആ പണിക്ക് വിലയുണ്ട്. ഉസ്കാ വ്യക്തിത്വ കാഞ്ച് കി ചൂടിയോൻ ജേസ ന ഥ. അപ്പോൾ ആ കുപ്പിവളകൾ പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. കുപ്പിവളകൾ എന്താ, അത് പെട്ടെന്ന് പൊട്ടിപ്പോവില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. കി ആസാനി സെ ടൂട്ട് ജായി. അത് പെട്ടെന്ന് പൊട്ടിപ്പോട പോലെ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.